കള്ളാടി ദുരന്തത്തിന് പിന്നാലെ വയനാട് തുരങ്ക പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടെന്ന് സൂചന നൽകി മുഖ്യമന്ത്രി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. പാരിസ്ഥിതിക പരിശോധന വേണമെന്ന് പറഞ്ഞപ്പോൾ LDF സർക്കാർ കളിയാക്കിയെന്നും സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിന് ശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദമായ പഠനം, അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇത് രണ്ടാണ്. അന്വേഷണമാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകാനുള്ളത് തിരുവനന്തപുരത്ത് നിന്നും. ബിനിൽ, മുഖ്യമന്ത്രിയോടുള്ള ചോദ്യങ്ങൾ ഓർക്കുകയായിരുന്നു. ആദ്യം ഇപ്പോൾ നമ്മൾ കേട്ട വൈറ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ കള്ളാടി അപകട പശ്ചാത്തലത്തിൽ ഇവിടെ അന്വേഷണം നടത്തും. രണ്ട് തരത്തിലുള്ള, അതായത് കേന്ദ്രം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചോ എന്നുള്ളത്, പിന്നെ ഇവിടെ ഇന്നലെ ഉണ്ടായ ഈ അപകടവും, ഇങ്ങനെ രണ്ടായി അന്വേഷിക്കും. പക്ഷേ ഈ അന്വേഷണത്തിന് ശേഷം പിന്നീട് എന്ത് എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീടാണ്, വാർത്താ സമ്മേളനത്തിന് പിന്നീടുള്ള ഭാഗത്തായിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഈ വയനാട് ഈ കള്ളാടി തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പഴികേട്ട ഒരാൾ താനാണ് എന്നായിരുന്നു പറയുകയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വികസന വിരോധി എന്ന് വിളിച്ചു. ഇത് ഏറ്റവും പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശത്തുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇതിനെ താൻ എതിർത്തിരുന്നു എന്നും അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിലൊരു പുനർചിന്തനം നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിലാണ് കൃത്യമായി പരിശോധിച്ച ശേഷം, വീണ്ടും പറയുകയാണ്, കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇനി അവിടെ തുടർ ജോലികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സൂചനയാണോ പിന്നിലെ? ശ്യാമിലി, താൽക്കാലികമായി ഈ പദ്ധതി നിർത്തിവെക്കുന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞത്. നേരത്തെ മുതൽ, അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ പദ്ധതി ഇടത് സർക്കാർ നടപ്പിലാക്കാൻ ആ സമയത്ത് തന്നെ വലിയ എതിർപ്പ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്തു. അന്ന് താൻ എതിർത്തപ്പോൾ മണ്ണ് പരിശോധന വിദഗ്ധൻ എന്ന് തന്നെ വിളിച്ചു. പരിഹാസത്തിന് താൻ വിധേയനായി. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ തന്റെ മുഖം ചിത്രീകരിച്ച്, അത് വികൃതമായി ചിത്രീകരിച്ചാണ് അന്ന് തന്നെ പരിഹസിച്ചത്. ഇന്നിപ്പോൾ അവിടെ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധന അവിടെ ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ അവിടെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും അതൊരു സെൻസിറ്റീവായ പ്രദേശമാണ്. അവിടെ വിശദമായ പരിശോധന ആവശ്യമാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം അവിടെ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, സാങ്കേതികവും നിയമപരവുമായ അന്വേഷണമാണ്. അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഒരു കൂടുതൽ പ്രതികരണം അക്കാര്യത്തിൽ മുഖ്യമന്ത്രി നടത്തുക. എന്തായാലും അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെൻസിറ്റീവായ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ കൂടുതൽ പരിശോധന ആവശ്യമാണ്. മണ്ണടക്കം കൃത്യമായി പരിശോധിക്കണം നേരത്തെ ആവശ്യപ്പെട്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞു, ഈ നിർമ്മാണം താൽക്കാലികമായി ഇവിടെ നിർത്തിവെക്കുകയാണ്. വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. ഒരുപക്ഷെ ഈ തുടർ നടപടിയിൽ, പരിശോധനയിൽ അവിടെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം ഇനി സാധ്യമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാർ പിന്നോട്ട് പോയേക്കും. എന്നാൽ അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞില്ല. പരിശോധനയ്ക്ക് ശേഷം അക്കാര്യത്തിൽ ഒരു നിലപാട് പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ താൽക്കാലികമായി പദ്ധതി നിർത്തിവെക്കുകയാണ്. വിശദ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ പദ്ധതി മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ അവിടെ ദുരന്തബാധിതർക്ക് ധനസഹായം കൂടി മന്ത്രിസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച ആളുകൾക്ക് 5 ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചത്. പരിക്കേറ്റ ആളുകൾക്ക് അവിടെ പൂർണ്ണമായും ചികിത്സ സൗജന്യമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ അത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുമുണ്ട്. ശ്യാമിലി, ശരി, വ്യക്തമാണ്. ബിനിൽ ലീല സാബു വിവരങ്ങൾ നൽകിയത്.